வெறும் 9 ஆண் குழந்தைகளுடன் 1996ஆம் ஆண்டு திருவனந்தபுரம் நகரத்தில் கவடியாறில் ஒரு வாடகை வீட்டில் ஓர் அநாதை இல்லம் ஆரம்பிக்கப்பட்டது. சில ஆண்டுகளுக்கு பிறகு அது பெரிய ஒரு சேவை செய்யும் நிறுவனமாக வளரும் என்று அதிகமாக யாரும் அன்று நினைத்து கூட பார்த்திருக்க மாட்டார்கள். ஒரு சிறிய விதையிலிருந்து வளரும் பெரிய மரமாக ஸ்ரீ சத்யசாய் ஆர்ஃபனேஜ் ட்ரஸ்ட் சேவை செய்யும் நிறுவனமாக இன்று கேரள மாநிலத்தில் மிகப்பெரிய அளவில் வளர்ந்தாகிவிட்டது. 124 நிறுவனங்கள், 200க்கும் மேலான திட்டங்கள், சம்பளம் வாங்கும் 464 ஊழியர்கள். ஆனால் இந்த வளர்ச்சி எளிதான ஒன்றாக இருக்கவில்லை. அதற்கு பின்னால் செய்யப்பட்டது கடினமான உழைப்பும் தியாக மனப்பான்மையும் தான். 2400 റബ്ബർ മരങ്ങളും കുറച്ച് തെരുവ് നായ്കളും മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരു സ്വപ്നം പോലെ എല്ലാം കടന്നുപോയി. വളരെ ത്യാഗോജ്വലമായിട്ടുള്ള, പല ദിവസവും ഉറക്കം വരൂല. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നമുക്കിതിന് ലൈബിലിറ്റി ഒന്നും ഇല്ലെങ്കിലും ബാങ്ക് ലോൺ എടുത്തിരുന്ന കാലത്ത് ഇവിടെ നിർമ്മാണം നടക്കണം. ഈ ആളുകളെ, ഞങ്ങളുടെ കുട്ടികളെ, അമ്മൂമ്മമാരെ ഇവിടെ കൊണ്ട് പാർപ്പിക്കണം. അവരുടെ നിത്യവൃത്തിക്കുള്ള കാര്യങ്ങൾ നോക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം, അവരുടെ ചികിത്സ നോക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് ബാങ്ക് ലോണും അടയ്ക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് ലോൺ മുടങ്ങും. നമുക്ക് പണം വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ മുടങ്ങും. അങ്ങനെ 4 തവണ ബാങ്ക് കാര്യത്തിൽ ജപ്തി ചെയ്യാൻ വന്ന കഥ പോലും ഞാൻ ഓർക്കുകയാണ്. அர்ப்பணிப்பும் சேவை மனப்பான்மையும் எந்த பெரிய நெருக்கடிகளையும் சோதனைகளையும் கடந்து வெற்றி அடையும் என்பதற்கு 27 வருட கால சேவையே சான்றாக நிற்கிறது. സായി ഗ്രാമം തികച്ചും അസാധാരണമായ ഒരു സാമൂഹ്യ സേവന കേന്ദ്രമാണ്. അതിന് കാരണം ഇതിൻ്റെ പിന്നിലുള്ള ഒരു മനുഷ്യനാണ്, ശ്രീ ആനന്ദകുമാർ. അദ്ദേഹം 4 നൂറ്റാണ്ടിന് അതിൽ കൂടുതലായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിരന്തരമായിട്ട് രാപകലുകൾ ചെലവഴിച്ച് പൂർണ്ണമായി അർപ്പണം ചെയ്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സായി ഗ്രാമം. ഞാനിത് പറയാൻ കാരണം, ചെറിയ ഇടവേളകളിൽ, ഏതാണ്ട് സ്ഥിരമെന്ന് പറയാൻ, ഞാനിവിടെ ഒരു സന്ദർശകനാണ് പല റോളുകളിൽ. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു തികച്ചും ഊഷരമായി കിടന്ന ഒരു സ്ഥലം, നേരെയൊക്കെയുള്ള സസ്യ പ്രകൃതി ഒന്നും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല. ഇതിനെ ഈ 4 നൂറ്റാണ്ടിൽ ഏറെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇതിനെ സസ്യശ്യാമളമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റി. എന്നിട്ട് ഇവിടെ നടക്കുന്ന നിർമ്മാണപരമായ കാര്യങ്ങൾ, ഓരോ കെട്ടിടങ്ങൾ, അതൊക്കെ ചെയ്തിട്ടുള്ളത് പോലും കൃത്യമായും പ്രകൃതിയുമായിട്ട് ഇണങ്ങിപ്പോകത്തക്ക രീതിയിലാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. மிகப்பெரிய அளவில் ஏற்றுமதி செய்யும் ஒரு நிறுவனத்தின் உரிமையாளராக இருந்தார் திரு KN ஆனந்தகுமார். அந்த வளமான வாழ்க்கையினை விட்டுவிட்டு அன்பினுடையவும் தியாகத்தினுடையவும் பாதையை தேர்ந்தெடுத்த அந்த இளைஞனை உறவினர்களும் நண்பர்களும் தங்களை நம்ப முடியாமல் திகைத்து போய் நின்றனர். சிலர் அனுதாபப்பட்டனர், சிலர் புத்திமதிகள் கூறினர். മാനവസേവ മാധവസേവ എന്ന് പറയുകയും ഈശ്വര സങ്കല്പം മാധവ സങ്കല്പത്തിൽ ഒതുക്കാതെ സാർവത്രികമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്ത സ്നേഹദൂതനും സ്നേഹപ്രവാചകനും സ്നേഹഗായകനുമായിരുന്നു സായിബാബ. ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആനന്ദകുമാരോട് പ്രവർത്തിക്കുന്നത്. ஆனால் தன்னுடைய உள்மனதில் தோன்றிய எண்ணத்தில் உறுதியாக இருந்து அதை அந்த இளைஞர் நிறைவேற்றினார்.
ട്രസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ ആദ്യം പോയത് പുട്ടപർത്തിക്കാണ്. ഭഗവാനെ കണ്ടു, നമ്മളുടെ ട്രസ്റ്റ് ഡീഡ് ഭഗവാനെ കൊണ്ട് ബ്ലെസ് ചെയ്യിച്ചു. ഈ ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഡോക്ടർ സുഭദ്ര നായരാണ് ആദ്യത്തെ 25,000 രൂപ ഒരു കോൺട്രിബ്യൂഷനായിട്ട് പുട്ടപർത്തിയിലുള്ള ഗണപതി ഭഗവാന്റെ നടയിൽ വെച്ച് സംഭാവന ആദ്യം തരുന്നത് ഡോക്ടർ സുഭദ്ര നായരാണ്. இந்த ஆசிரமம் புகலிடம் இல்லாதவர்களுக்கு புகலிடமாகவும், உணவு இல்லாதவர்களுக்கு உணவளிப்பதும், தங்க இடம் இல்லாதவர்களுக்கு இடம் கொடுப்பதும், வேறு வழியே இல்லாதவர்களுக்கு வழிகாட்டும் நிறுவனமாகவும் இந்நிறுவனத்தை அமைக்க வேண்டுமென்ற ஆனந்தகுமார் அவர்களின் உள் மனதின் உறுதியான எண்ணமும் தான் இந்த வெற்றிக்கு காரணம். மிகச் சிறிய வயதிலிருந்தே அவருடைய மனதில் முளைத்த ஓர் எண்ணம்தான் அவரை 1996 சாந்திநிகேதன் என்ற அநாத இல்லத்தை ஆரம்பிக்க தூண்டியது. தன் 9ஆம் வயதில் அம்மாவுடன் சென்னையில் வைத்து பகவான் ஸ்ரீ சத்யசாய் பாபாவை கண்டபொழுது அன்று தன் அடிமனதில் விழுந்த விதைதான் இது. மனிதர்களுக்கு சேவை செய்வது என்பது தெய்வத்திற்கு சேவை செய்வதாகும் என்பது ஸ்ரீ சத்யசாய் பாபாவின் அருள் வாக்காகும். அந்த தெய்வீக வார்த்தைகள் சிறுவனாக இருந்த ஆனந்தகுமாரின் மனதில் ആഴமாக പതിന്തത്. ഭഗവാൻ പറയുമല്ലോ, ഒരു പടി നിങ്ങൾ വയ്ക്കൂ, 100 പടി ഞാൻ ഇങ്ങോട്ട് വയ്ക്കാമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു പടി വളരെ കഠിനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തതാണ് ആ ഒരു പടി എന്നുള്ളത്. வாடகை கட்டிடத்தில் ஆரம்பிக்கப்பட்ட அநாத இல்லம் சீக்கிரமே ஏராளமானவர்களின் அடைக்கலமாக மாறியது. தேவைகள் அதிகரித்த பொழுது சொந்தமாய் இடமும் கட்டிடங்களும் தேவைப்பட்டன. தோனைக்கல்லின் அருகில் இயற்கையின் அழகுடன் திகழ்ந்த இடத்தை வாங்க நினைத்தபோது அது அவ்வளவு எளிதான ஒன்றாக இருக்கவில்லை. ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ നല്ല ഒരു സുഹൃത്തായ സായി ഭക്തനായ സുനിൽ ഗവാസ്കർ ഇതിന് തറക്കല്ലിടാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ സുനിൽ ഗവാസ്കർ പെട്ടെന്ന് പലതവണ ഇങ്ങനെ ബന്ധപ്പെട്ടു. ഒരു ദിവസം പെട്ടെന്ന് വിളിച്ച് ഡേറ്റ് തന്നു. ആ ഡേറ്റ് തന്നപ്പോൾ 2-3 പ്രത്യേകതയുള്ളത്. 27 വർഷങ്ങൾക്ക് ശേഷം സുനിൽ ഗവാസ്കർ കേരളത്തിൽ വരണം ആദ്യമായിട്ടാണ്. പിന്നെ അപ്പം നമ്മൾ ഏകദേശം അദ്ദേഹം വരുമ്പോഴുള്ള ഒരു ക്രൗഡിനെ കുറിച്ചൊക്കെ കണക്ക് കൂട്ടി. അപ്പോൾ എന്താണെങ്കിലും ഒരു പന്തലിടണം. അങ്ങനെ ജബ്ബാർ സാഹിബ് എന്ന് പറഞ്ഞ് ഈ മുസ്ലിം ഫാമിലി പ്രോപ്പർട്ടിയുടെ തലവൻ ജബ്ബാർ സാഹിബിനെ ഞാൻ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുനിൽ ഗവാസ്കർ വരുന്നു, നമ്മളൊരു 15,000 ആളുകൾ വരുന്നുള്ള പ്രതീക്ഷയുണ്ട്, അപ്പോൾ നമുക്കൊരു പന്തലിടണം, 24 മണിക്കൂർ കഴിയുമ്പോൾ അത് അഴിച്ചു മാറ്റാം. അപ്പോൾ ജബ്ബാർ സാഹിബ് ചായയെല്ലാം തന്നിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു, സാറ് സായിഗ്രാം ഉണ്ടാക്കി, യാതൊരു സംശയവും. 4 തവണ കൊടുത്ത എഗ്രിമെൻ്റ് തെറ്റി. എൻ്റെ സഹോദരിയുണ്ട്, സഹോദരന്മാരുണ്ട്. സാറ് പറയുന്ന അവർ കേൾക്കില്ല, ഞാൻ കേൾക്കും. എൻ്റെ പ്രോപ്പർട്ടിയിലല്ല സാർ ഇപ്പോൾ പന്തലിടാൻ ഉദ്ദേശിക്കുന്നത്, അത് കാരണം ഒരു കാരണവശാലും ഇത് നടക്കൂല എന്ന് പറഞ്ഞ് അദ്ദേഹം ചായയെല്ലാം തന്ന് ഞാൻ അവിടെ നിന്ന് ചമ്മി ഇറങ്ങി. അവസാനം നമ്മൾ 2 ഏക്കർ സ്ഥലം റോഡിന് വേണ്ടി മേടിച്ചു. ആ പെരുവഴിയിലാണ് തറക്കല്ലിട്ടത്. 2005ஆம் ஆண்டு மே மாதம் 22ஆம் தேதி திரு சுனில் கவாஸ்கர் அவர்கள் சாய் கிராமத்தின் அடிக்கல் நாட்டும் போதும் பிரச்சனைகளும் எதிர்ப்புகளும் நாளை என்ன நடக்குமோ என்ற அச்சமும் எங்களிடம் இருந்தன. ஆனால் தெய்வத்தின் கருணை சாய் கிராமத்தை சரியான வழியில் நடத்தி சென்றது. உறுதியான மன நம்பிக்கையின் அடிப்படையில் ஆரம்பிக்கப்பட்ட சாய் கிராமம் யதார்த்தமானது. ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന പല വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായൊരു നില സത്യസായി ട്രസ്റ്റിന് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നത് നല്ലൊരു കാര്യമാണ്. നൽകുന്ന സേവനത്തിലൂടെ കൂടുതൽ ലാഭമുണ്ടാക്കാൻ ആധ്യാത്മിക രംഗത്തുള്ളവർ തന്നെ പലരും മെനക്കെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്യാഷ് കൗണ്ടർ ഇല്ലാതെയാണ് എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് മാതൃകാപരമായ ഒന്നാണ്. ആ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്.
அமைதியும் பரிசுத்தமும் தெய்வீகமும் இணைந்து செயல்படும் சாய் கிராமம். சேவையும் அன்பும் தான் മനിത വാഴ്വിൻ അടിപ്പടൈ என்பதை തെളിവുപെടുത്തുகிறது. ഇതൊരിക്കലും ഒരു നമ്മുടെ മനസാക്ഷിയെ ബോധിപ്പിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ മാനവ ബോധത്തെ ആഹ്ലാദിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അല്ലാതെ പരസ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ മൂലധനത്തെ ആശ്രയിക്കാനുള്ള ഒരു കുറുക്കു വഴി എന്നുള്ള നിലയ്ക്കോ അങ്ങനെ നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്താൻ കഴിയുന്ന വളരെ വലിയ ഒരു ആത്മാനുഷ്ഠാനത്തിൻ്റെ, അതാണ് പറയേണ്ടത്, ഒരു തപസ് പോലെ ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ കുട്ടികളുടെ സംരക്ഷണം, വിദ്യാഭ്യാസം, മുതിർന്നവരുടെ സംരക്ഷണം, അവരുടെ ആരോഗ്യം, പ്രകൃതി സ്നേഹപരമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്കാരത്തിൻ്റെ പുതിയ സുരഭിലമായ ചരിത്രം സായി ഗ്രാമം വഴി ചേർക്കപ്പെടുകയാണ് ഇപ്പോൾ എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. இன்று சாய் கிராமம் யாரையும் எதிர்பார்க்காத நிலையில் இயங்கும் ஒரு நிறுவனமாகும். மகாத்மா காந்தியின் பூர்ண ஸ்வராஜ் சிந்தனைக்கேற்ப அனைத்து துறைகளிலும் தன்னிறைவு பெற்று விளங்குகிறது. தேவையான மின்சாரத்தை சூரிய ஒளியிலிருந்து பெறும் வசதி உள்ளது. பசுக்களை வளர்த்தி தேவையான பாலை சேகரித்துக் கொள்கிறார்கள். காய்கறி தோட்டத்திற்கு வளமாக கரிம கழிவுகள் பயன்படுகிறது. தேவையான தண்ணீரை அவர்களே சுத்தம் செய்து எடுத்துக் கொள்கிறார்கள். Is really heartwarming because it signifies dedication, discipline, determination on the part of Anand Kumar ji and his entire team, and I think that is what we should also look for in life. I've always believed that in life the 3 Ds are most important. One is determination, one is dedication, and one is discipline. வாழ்க்கையின் தனிமைப்படுத்தப்பட்ட அநேகமான பெண்களுக்கும் ஆண்களுக்கும் குழந்தைகளுக்கும் சொந்த வீடாக சாய் கிராமம் காட்சியளிக்கிறது. கல்யாணி காண்க மானசே കാരുണ്യ കാരുണ്യമേ കാരുണ്യം കാരുണ്യം കാരുണ്യമേ It's a beautiful place like Gurukulam, old style Gurukulam. And when we say old style Gurukulam, it means they were the sacred places of learning, education. But these were the places where the richest of the rich and the poorest of the poor could stay together, would have to live together, would have to learn together. But now as the divisions begin, then everything is divided, including education systems. அவர்களுடைய உணவும் உறைவிடமும் மட்டுமல்ல, தொழில் செய்வதற்கான பயிற்சியையும் சாய் கிராமம் அளிக்கிறது. இங்கு வளரும் குழந்தைகளுக்கு கல்வி கற்க പള്ളിക്കൂടമും ഉള്ളത്. തുടക്കകാലം മുതൽ തന്നെ ഞാനിവിടെ പല ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങൾ പുതുതായി ആരംഭിക്കുമ്പോഴെല്ലാം ഇവിടെ വരാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, മറ്റേത് ഈ ഇത് പ്രസ്ഥാനം തുടങ്ങുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അതും ഇതൊക്കെ കുറേയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും അല്ലാതെ ഒരുപാട് തടസ്സങ്ങൾ, പല കാര്യങ്ങൾ, പല പ്രശ്നങ്ങൾ, അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി ഇത്ര വലിയ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ സായി കുമാറിൻ്റെ പങ്ക്, ആനന്ദകുമാറിൻ്റെ പങ്ക് വളരെ വളരെ വലുതാണ്.
അത് എനിക്ക് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. வாழ்வின் மிகவும் கசப்பான அனுபவத்துடன் சாய் கிராமத்தில் வந்து சேர்ந்த ஏராளமான குழந்தைகள் இங்கிருந்து படித்து அவர்களுடைய மனதிற்கு பிடித்த உயர்கல்வியை பெற்று இன்று சுதந்திரமான மகிழ்ச்சியான வாழ்வினை வாழ்கிறார்கள். சாய் கிராமத்தின் புகழை பரப்பும் மருத்துவர்கள் உண்டு, ஆசிரிய பெருந்தகைகள் உண்டு, அலுவலகங்களில் வேலை செய்பவர்களும் உண்டு, கலைஞர்களும் உருவாக்கியிருக்கிறார்கள். அவர்களுடைய அன்னையாகவும் തന്തയാகவும் ഉറവിനர்களാகவும் ശ്രീ സായി ഗ്രാമം அமைந்துள்ளது என்பது குறிப்பிடத்தக்கது. കിട്ടാൻ വേണ്ടിയല്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക, അത് നടത്തിക്കൊണ്ട് പോവുക, അതിലെ ആനന്ദം കണ്ടെത്തുക, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇവർ ഗവൺമെന്റിന് പോലും വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയോ അല്ലെങ്കിൽ ഈ സേവനമോ ഫ്രീ ആയിട്ട് എല്ലാവരും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ഈ അവസരത്തിൽ ഈ നാട്ടില് ഇങ്ങനൊരു വലിയ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അതൊരു ഈശ്വരാധീനമാണ്. ഈശ്വരനെ പ്രതിനിധീകരിക്കുന്ന അനന്തകുമാറിനെ പോലെയുള്ള മഹാന്മാർ ചെയ്യുന്ന വലിയ കൃത്യം. சாய் கிராமத்தில் அனைத்து வசதிகளும் உள்ள சத்யசாயி கலை மற்றும் அறிவியல் கல்லூரி இயங்குகிறது. கேரள பல்கலைக்கழகத்தின் அங்கீகாரம் உள்ள இந்த கல்லூரியில் இளங்கலை மற்றும் முதுகலை வகுப்புகள் நடைபெறுகின்றன. மாணவர்களின் சேர்க்கையில் நிர்வாகத்தினருக்கு தனிச்சலுகை வேண்டாம் என்று முடிவெடுத்த ஒரே ஒரு தனியார் கல்லூரி இதுவாகத்தான் இருக்கும். இவ்வாறாக IAS தேர்வுக்கு மாணவர்களை தயார் செய்யும் ஒரு நிறுவனமும் இங்கு இயங்குகிறது. ഞാൻ പഠിച്ചത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ശാന്തിനികേതനിലാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ എന്നെ റിമൈൻഡ് ചെയ്തത് ഒരു വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫീലിംഗ് ആണ്, ശാന്തിനികേതൻ്റെ ഒരു ഫീലിംഗ് ആണ്. ഇത് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റി, ഇപ്പം നേരത്തെ പറഞ്ഞ ശാന്തിനികേതൻ പോലുള്ള ഒരു സ്പേസായി മാറും. എൻ്റെ ചുമതല ഈ ലോകത്തിൽ മറ്റുള്ളവർ സന്തോഷമായി ജീവിക്കുന്നതിന് ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കും. ഈ ഗ്രാമം അതാണ്. ഇന്ന് എൻ്റെ കാര്യം ചോദിച്ചാൽ മറ്റവനെ ഉപയോഗിക്കുന്ന ഒരു ലോകത്ത് അന്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വ്യക്തികൾ അവരെ തന്നെ ഉപയോഗിക്കുന്ന ഒരു മറുമരുന്നാണ് സ്വാമിജി. ആ സ്വാമിജിയുടെ ആ വലിയ മരുന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. മാനുഷ പിറവി നീ തന്നിടിലോ ഒരു ഹരിഭക്തനായി ഞാൻ തീർന്നിടേണം. നാരായണീയവും ജ്ഞാനപ്പാനയും ഉറച്ചെയ്തു വന്നോരു കവികുലത്തിൽ പരിശുദ്ധ ഭക്തനാം പൂന്താനം പോലൊരു പുനർജന്മമെങ്കിലും തന്നു. மாநிலத்தினுடையவோ மத்திய அரசினுடையவோ எந்த விதமான உதவியும் பெறாமல் சத்யசாயி ஆர்ஃபனேஜ் ட்ரஸ்ட் செயல்படுவதற்கு முக்கிய காரணம் இதன் பால் ஆர்வமும் ஈடுபாடும் கொண்ட சில நல்ல உள்ளங்களின் நன்கொடைகள் தான். ട്രസ്റ്റിന് ഒരു ദിവസം 1 ലക്ഷം രൂപ, ഒരു ദിവസത്തെ ചെലവ് 1 ലക്ഷം രൂപയാണ്. അതായത് 30 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു വർഷം 3,60,00,000 രൂപ റിക്കറിങ് എക്സ്പെൻസാണ്. ഒരു ദിവസം 1 ലക്ഷം രൂപ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് വരെ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് ഭയങ്കരമായി ദുഃഖിക്കേണ്ടി വരികയോ ഒന്നും ചെയ്യുന്നില്ല. അത് ഈ SP ബാലസുബ്രഹ്മണ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞ വാക്കുകളുണ്ട്, ഇറ്റ് ഈസ് കമ്മിങ്. അത് എന്താണ് അതിൻ്റെ സോഴ്സ് എന്നറിയില്ല. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴ്ത്തൂല എന്നുള്ള, എങ്കിലും നമ്മൾ അവസാന സമയത്ത് ഈ പറഞ്ഞ പോലെ എന്താണ് നാളെ നടത്തേണ്ട ചില കാര്യമായിരിക്കും. പക്ഷേ നാളെ നടത്തേണ്ടതാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ അത് ഒന്നല്ലെങ്കിൽ ആ കാര്യങ്ങൾ നീണ്ടുപോകും, അല്ലെങ്കിൽ അതിനുള്ള ആവശ്യത്തിനുള്ള പണം കിട്ടും. അങ്ങനെ എങ്ങനെയാണ് അത് നിർവചിക്കാൻ പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനെക്കുറിച്ച് പറയുന്നവർ പറയുന്നത് അത് പരിപൂർണമായിട്ടുള്ള ഒരു സറണ്ടറിങ് ആണ്, പരിപൂർണമായിട്ടുള്ള ഒരു അഭയം പ്രാപിച്ചിരിക്കുകയാണ്. നല്ല മനമുണ്ട്
മാമലരാണോ சாய் கிராமத்திற்கு வெளியே நடக்கும் செயல்களிலும் தாங்களாகவே முன்வந்து சாய் கிராமத்தினர் ஈடுபடுகின்றனர். அநேகமான சமூக திருமணங்களுக்கு சாய் கிராமம் சாட்சி வகிக்கிறது. திருநங்கையரின் நடன பயிற்சி மற்றும் நடனங்கள் இன்று 3 இடங்களில் நடக்கின்றன. ஆற்றிங்கல் நகர சபையின் உதவியுடன் ராபீஸ் இல்லாத பகுதியாக ஆற்றிங்கலை சாய் கிராமத்திற்கு மாற்ற முடிந்தது. திருவனந்தபுரம் நகர சபையின் உதவியுடன் யாசகர்களே இல்லாத இடமாக திருவனந்தபுரம் நகரத்தை மாற்றும் முயற்சியில் சாய் கிராமம் தன் பங்களிப்பை செய்கிறது. அட்டப்பாடையில் ஆதிவாசி குழந்தைகளுக்கு கடந்த 15 வருடங்களாக டிடிபி தேர்வுக்கான பயிற்சி சாய் கிராமம் அளித்து வருகிறது. அங்கு ஊர்களிலிருந்து தேர்ந்தெடுக்கப்பட்ட ஆதிவாசி குடும்பங்களுக்கு நவீன முறையில் விவசாயம் செய்யும் பயிற்சியும் അളിക്കപ്പെടുகிறது. പുതിയ ഒരു സംസ്കാരത്തിൻ്റെ മധ്യത്തിൽ ചേർന്നിരിക്കാൻ, കുടുംബമായിരിക്കാൻ കഴിയുന്ന ഒരനുഭവം ഈ സായി ഗ്രാമം നമ്മുടെ സമൂഹത്തിന് നൽകുകയാണ്. അത്യാർത്തിയുടെ ലോകത്ത് പങ്കുവച്ച് ജീവിക്കാൻ പാഠം നൽകുന്ന ഈ സായി ഗ്രാമം നമ്മുടെ സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുകയാണ്. காசர்கோடு மாவட்டத்தில் எண்டோசல்ஃபானால் பாதிக்கப்பட்டவர்களுக்கு வீடு கட்டி கொடுக்கும் பணியை அரசு இந்த அனாதைகள் இல்லம் ட்ரஸ்டிடம் ஒப்படைத்தது. 3 பஞ்சாயத்துகளிலாக 81 வீடுகள் கட்டி முடிக்கப்பட்டுள்ளன என்பது மகிழ்ச்சியை தரும் செய்தியாகும். எண்டோசல்ஃபானால் பாதிக்கப்பட்ட பஞ்சாயத்தில் உள்ள மக்களின் மறுவாழ்வு திட்டத்தின் பணிகளை சாய் கிராமம் ஏற்றுக்கொண்டுள்ளது. This Satya Sai Orphanage Trust, they're doing great service to humanity, is something which is remarkable. Before the advent of modern state, society looks after itself. There was no, the society did not look at a state or any king or king were there to protect from anything which is from alien invasion and all. People look after themselves. Society looked after themselves. Unfortunately, with the advent of modern state, role of society has been decreasing. இலவசமாக டயாலிசிஸ் செய்யும் புது பாதையில் இந்த ட்ரஸ்ட் திட்டமிடாமலேயே சுவடு வைத்தது. இந்த இலவச டயாலிசிஸ் சேவையை 18 வருடங்களுக்கு முன்பு திரு APJ அப்துல் கலாம் அவர்கள் கொச்சியில் தொடங்கி வைத்தார். இப்போது 14 இடங்களில் பல மாவட்டங்களில் இலவசமாக டயாலிசிஸ் செய்யும் சேவை தொடர்கிறது. இதுவரை 5 லட்சம் நோயாளிகளுக்கு மேலாக சத்யசாய் கிராமம் இலவச டயாலிசிஸ் சேவை செய்துள்ளது. இதுபோல் வேறு எந்த நிறுவனமும் செய்திருப்பதாக தெரியவில்லை. தொடர்ந்து வந்த பல எதிர்ப்புகளை எதிர்கொண்டு சிகிச்சை துறையின் சமன்பாடுகளை முறையாக கட்டமைக்க இத்தகைய செயல்பாடுகளால் இயன்றது. ഇപ്പം നമ്മൾ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ കൊച്ചിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. വാടകയ്ക്ക് മെഷീൻ എടുത്തിട്ട് ആ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 100-200 മെഷീനായി. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ 10-20 പദ്ധതികൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തണയാണ്. ഗവൺമെൻറ് നടത്തേണ്ട ഡയാലിസിസ് സെൻ്ററുകൾ 7 ജില്ലയിൽ ഞങ്ങളാണ് നടത്തുന്നത്. അതിന് ശമ്പളം കൊടുക്കാൻ, ചില സ്ഥലത്ത് ശമ്പളം കൊടുക്കണം, ചില സ്ഥലത്ത് ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെ വേറെ ഒരുപാട് ബാധ്യതകളുണ്ട്. ഡയാലിസിസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വം ഇങ്ങോട്ട് വന്ന് നമുക്കൊന്നിച്ച് ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാമെന്ന് പറയുന്നതാണ്. അതുപോലെ കാടാമ്പുഴ ദേവസ്വം 12 തവണയാണ് ഇവിടെ വന്നത് നമ്മുടെ അഡ്വൈസ് മേടിക്കാനും. ഞാൻ ആ പ്രൊജക്റ്റിൻ്റെ ചീഫ് അഡ്വൈസറായിട്ട് അവർ നിയമിച്ചു. ഒത്തിരി സമയം അതിനെക്കുറിച്ച് പഠിച്ചു. 6 കോടി രൂപയുടെ കെട്ടിടം പണിതു വരും. എന്നിട്ട് അതിഗംഭീരമായ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി. ഐ എം വെരി ഹാപ്പി ദാറ്റ് ദി സത്യസായി ഗ്രാം is thinking about value system. Value system very, very important, particularly for our country now, because the nation in need of value
I am very happy that value system, the light of value system, is going to from Satya Sai Gram, and I would like to congratulate the organizers of this value system seminar, and I greet all of you. ശ്രീ ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ തുടക്കമൊക്കെ വളരെ ചെറിയ തോതിലായിരുന്നു. പക്ഷെ ഇന്ന് ഇത് അനേകായിരം പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി ഈ ഗ്രാമം മാറ്റിയെങ്കിൽ അതിൻ്റെ പിന്നിൽ സത്യസായി ബാബാ ഭഗവാന്റെ ആ അനുഗ്രഹവും ശ്രീ ആനന്ദകുമാറിൻ്റെ ആ ആത്മാർത്ഥമായ നേതൃത്വമാണ് എന്ന് പറയാൻ എനിക്ക് സാധിക്കും. I am happy that Sai Gram, which has been inspired by such devotion towards human welfare, has served its way up to become the 4th largest voluntary organization in India in the last 26 years. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. 3 பதிற்றாண்டுகளாக நடைபெற்று வரும் சேவைகள் அநேகமான கதியற்ற மனிதர்களின் கண்ணீரை துடைக்கவும் அவர்களுக்கு ஆறுதல் அளிக்கவும் ஸ்ரீ சத்யசாய் ஆர்ஃபனேஜ் ட்ரஸ்டின் வழி സായ് ഗ്രാമത്തിற்கு முடிந்தது என்பது ഒരു വെற்றிதான். നമ്മുടെ ആത്മീയ രംഗത്ത് മാത്രമല്ല, എന്താണ് സേവനം, എല്ലാവർക്കും സ്നേഹം, ആ എല്ലാവരുടെയും പുരോഗതി, ഈ ലക്ഷ്യത്തോടെ ഒരു പ്രസ്ഥാനത്തിന് അത് അതിൻ്റെ ആത്മീയ പന്ഥാവിലൂടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഒഴുകിയെത്തി സ്വയം എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സത്യസ്വരൂപനായി കണ്ടുകൊണ്ട് സർവേശ്വരനായി കണ്ടുകൊണ്ട് ഒരു ജനസഞ്ചയത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് പ്രസരിപ്പിക്കുന്ന ഊർജമാണ് ശ്രീ ആനന്ദകുമാറിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും വാർത്തെടുത്തിട്ടുള്ളത് എന്ന് ഞാൻ കരുതുകയാണ്. ഈ മഹാപ്രസ്ഥാനം, ഈ സ്ഥാപനം, ഇത് ഉയർന്നു വന്നതിൻ്റെ കഥാകഥനം ഞങ്ങളിങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല രുചികരമായ സ്നേഹസമ്പൂർണമായ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഷേക്സ്പിയർ ഈ പറഞ്ഞതാണ്. നമ്മളിങ്ങനെ പുഴവക്കത്ത് കാത്തു നിൽക്കുന്നവരാണ്. There is a tide in the life of every individual. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു തരംഗം വരും. ആ തരംഗം അയാളെ മുന്നോട്ട് നയിക്കും. കവിതയാണ് ചിലപ്പോൾ മനസ്സുകളെ ഒരുമിപ്പിക്കുന്ന വലിയൊരു ഘടകം. പക്ഷെ ജീവിതം തന്നെ ഒരു കവിതയാക്കാം. കവിത പോലെ മനസ്സുകളെ ഇണക്കി ചേർക്കുന്ന മറ്റൊന്നുമില്ല. കവിത കേട്ടാൽ ചലിക്കാത്ത ഒരു ഹൃദയമില്ല. പക്ഷേ ജീവിതം തന്നെ ഒരു കാവ്യമായാലോ? അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു മനോഹരമായ കവിത, പ്രകൃതിയിൽ കവിത, പരിസരത്ത് കവിത, വൃക്ഷലതാദികളിൽ, പക്ഷിമൃഗാദികളിൽ, ഇവിടെ ഇടപഴകി ജീവിക്കുന്ന മനുഷ്യരുടെ, അവരുടെ സഹജീവികളുടെ വ്യവഹാരങ്ങളിൽ, പാരസ്പര്യങ്ങളിൽ കാവ്യമയം, സർവത്ര കാവ്യമയം. അതാണ് ഞാനിവിടെ കണ്ടത്. I am happy Satya Sai Orphanage Trust has been tirelessly working during the last 24 years for the social, economic, cultural, moral and spiritual development of society through various projects. It is praiseworthy that all services provided by the trust are free of cost and have impacted the lives of millions. எல்லாம் நஷ்டமடைந்து இருளில் மூழ்கி நிர்கதியாய் நின்றவர்களுக்கு முன்னால் வாழ்வின் புது வாசல்களை திறக்கவும்
அவர்களுக்கு ஆறுதல் அளிக்கவும் சாய் கிராமத்திற்கு இயன்றது என்றால் அது இறைவனின் அருளாகும். സായി ഗ്രാമം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി വരുന്ന ഒരു വിശേഷണം കൂടെ ചേർത്താലോ എന്നാണ്. സായി ഗ്രാമത്തിന് പകരം സായി അത്ഭുത ഗ്രാമം എന്ന് ചേർത്ത് പറയുകയല്ലയോ ഒന്നുകൂടെ നല്ലത്. അവിശ്വസനീയമായ രീതിയിൽ ഓരോ കാല് മുമ്പോട്ട് വയ്ക്കുമ്പോഴും വിജയം കൈവരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനം, ഇതുപോലൊരു സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല. ആനന്ദ്കുമാർ എന്ന അത്ഭുത പ്രതിഭ ഈ നാട്ടിന് ഒരു അഭിമാനം തന്നെയാണ്. ഇത്ര മഹത്തായ കാര്യങ്ങൾ, ഇത്ര വിപുലമായ കാര്യങ്ങൾ എൻ്റെ ശിഷ്യൻ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. വാസ്തവത്തിൽ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് ആനന്ദകുമാറിനെ പോലെ ഒരു ശിഷ്യനുണ്ട് എന്നതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുകയാണ്. പരമാർത്ഥമായ പരിശുദ്ധി ഉണ്ട് ഇന്ന്. ഇതിനകത്ത് വേറെ ഒരു താല്പര്യമില്ലല്ലോ, ഒരു താല്പര്യം ഇന്നുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അത് അത്രയും പവർഫുൾ ആകുന്നത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പരിശുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ തീവ്രത ഇത്രയും ഗംഭീരമാകുന്നത്. அநேகமாயிரம் நல்ல மனிதர்களும் நல்ல நிறுவனங்களும் உரிய நேரத்தில் எதிர்பாராத விதமாய் தேவையான உதவிகள் செய்கின்றனர். கடவுளின் கருணை சத்யசாய் ட்ரஸ்டுக்கு கிடைத்து கொண்டே இருக்கிறது. சேவை எனும் மகத்தான செயலை செய்யும் சத்யசாய் ட்ரஸ்டிற்கு உதவி புரிந்த அனைத்து நல்ல உள்ளங்களையும் வணங்குகின்றோம். நான் அருகில் இருக்கும்போது பயம் எதற்கு என்ற சத்யசாய் பாபாவின் அருள்வாக்கு எங்களை வழி நடத்துகிறது. ஆறுதல் அளிக்கும் எங்கள் பணியும் தொடர்ந்து கொண்டே இருக்கிறது.